ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി. മണ്ഡലങ്ങളിലെ പ്രധാന വ്യക്തികളെ കണ്ടാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചത്. മുന്നണിക്കകത്ത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വടകരയിലെ സ്ഥാനാർത്ഥി പി ജയരാജൻ പറഞ്ഞു. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന്റെ വീട്ടിലെത്തിയാണ് പി ജയരാജൻ പ്രചാരണം തുടങ്ങിയത്. ഘടകകക്ഷികളുമായി ഒരു പ്രശ്നവുമില്ലെന്ന് പി ജയരാജൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ട വടകര മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പാലക്കാട് 3ാം തവണ ജനവിധി തേടുന്ന MP രാജേഷ് മണ്ഡലങ്ങളിലെ പ്രധാന വ്യക്തികളെ സന്ദർശിച്ചു. പാലക്കാട് ബിഷപ്പുമായും മുൻ സുപ്രീംകോടതി ജഡ്ജി ചേറ്റൂർ ശങ്കരൻ നായരുമായും കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിൽ ത്രികോണ മത്സരമില്ലെന്ന് രാജേഷ്. LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം. ഇ ബാലാനന്ദൻ, സൈമൺ ബ്രിട്ടോ എന്നിവരുടെ വീടുകളിൽ സന്ദർശനം നടത്തിയായിരുന്നു പി രാജീവിന്റെ തുടക്കം. സുഹൃത്തുക്കളെ നേരിട്ട് കാണുന്നതിന്റെ തിരക്കിലായിരുന്നു തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്. എതിരാളി ആരായാലും പ്രശ്നമില്ലെന്ന് രാജാജി മീഡിയ വണിനോട് പറഞ്ഞു. നമ്മൾ കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആര് വന്നാലും കളിക്കുക, കളിയിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. വയനാട് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഇടതു സ്ഥാനാർത്ഥി PP സുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം. വോട്ടർമാരെ നേരിട്ട് കണ്ടായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ 2ാം ദിനത്തിലെ പ്രചാരണം. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുകയെങ്കിലും ശബരിമല വിഷയം പോലുള്ളവ ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് C ദിവാകരൻ. നാളെ മുതൽ LDF കൺവെൻഷനുകൾ ആരംഭിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.